ഷോക്കിലാണ്. അതായത് ഇപ്പോൾ എനിക്ക് ആ ഷോക്കിൽ നിന്ന് മാറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വല്ലതും എനിക്ക് പറയാൻ പോലും ഒന്നും കിട്ടണല്ലേ. പിന്നെ എനിക്ക് തൊണ്ടയ്ക്ക് ഇച്ചിരി ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് അതായത് ചുമയും ജലദോഷമൊക്കെയാണ് ഗൈസ്. അപ്പോൾ സൗണ്ടിന് ഇച്ചിരി ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പം നോക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം കണ്ടോ, ഇതാണ് ഫ്രണ്ട് എറ്റി. പുതിയതായിട്ട് വാലന്റൈൻസ് ഡേ അപ്ഡേറ്റ് വന്നതാണ്, എല്ലാവർക്കും അറിയായിരിക്കും. സ്പിൻ ചെയ്ത് മാത്രം കിട്ടും, അല്ലെങ്കിൽ റോബോക്സൊക്കെയും കൊടുത്തിട്ട് ഒരു പാക്ക് ഈ സാധനം സ്പിൻ ചെയ്ത് കിട്ടണം, അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് എനിക്ക് ഇന്നലത്തെ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായി. ഇന്നലെ ഞാൻ ഒരു പോസ്റ്റ്, അതിനകത്ത് എനിക്ക് ഇത് എന്തൊക്കെ ലക്കിന് 2x മാസ്റ്ററിയും ഒരുത്തന്നെ എനിക്ക് ചുമ്മാ റെയ്ഡൊക്കെ തന്നു. അതായത് പൊട്ട റെയ്ഡായിരുന്നു ഞാൻ വെച്ചത്. പക്ഷേ അവന് ഭയങ്കര എല്ലായിരുന്നു, പക്ഷേ എനിക്ക് ഭയങ്കര ഡബിളിയും. എൻ്റെ ഇപ്പം എൻ്റെ ഇരിക്കുന്ന സാധനങ്ങൾ ഇപ്പം ഇരിക്കുന്ന സാധനങ്ങളൊക്കെ വെറുതായിരിക്കും 2x മാസ്റ്ററി. അവൻ അങ്ങനെ എനിക്ക് ട്രേഡ് ചെയ്ത് അവനെനിക്കൊരു ഗ്യാസും കൂടി തന്നു 2x മാസ്റ്ററിയുടെ കൂടെ. എൻ്റെ സാധനങ്ങൾ എല്ലാം എടുത്താൽ പോലും 2x മാസ്റ്ററിയുടെ പാതി പോലും കാണില്ല. അതായത് ഞാൻ കൊടുത്തത് എന്തൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ ഇന്നലെ പോസ്റ്റ് ഇട്ടേണ്ട, ആ പോസ്റ്റ് എടുത്ത് നോക്കി കിട്ടും. ഓൾറെഡി എൻ്റെ ഒരു ഗ്യാസ് ഉണ്ടായി, എന്തൊക്കെ ട്രേഡ് ചെയ്ത്. അപ്പോൾ ഗൈസ് 2 ഗ്യാസ് ഇന്ന് എൻ്റെ ഉണ്ടായ, പിന്നെ ഒരു ബൂത്തേ. ഇന്നലെ ലെജൻഡറിക്ക് ഒരു T-Rex കിട്ടി. ആ T-Rex കൊടുത്തിട്ട് ടൂർണമെൻറ്റ് പെയിൻ എടുത്തു ഗൈസ്. ടൂർണമെൻറ്റ് പെയിൻ കൊടുത്തിട്ട് പിന്നെ ഡോയും പിന്നെ ഒരു ഗാളിക്കീകൾ പിന്നെ വേറെ T-Rex വേറൊരു T-Rex ടോട്ടലി 3 സാധനങ്ങൾ എടുത്താൽ. പിന്നെ ഇല്ല ബുദ്ധി എടുത്തില്ല. എന്നിട്ട് ഗൈസ് ആ 3 സാധനങ്ങൾ ഒരുത്തം വന്നു. ഞാൻ ആദ്യം തന്നെ ആ 3 സാധനങ്ങളും കൂടി ഒരു ഗ്യാസും കൂടിയും വെച്ചു. അപ്പം അവൻ വന്നിട്ട് വച്ചത് ഫ്രണ്ട് കയറ്റിയ. ആദ്യം അവനില്ലേ 3 സെക്കൻഡ് ആയിപ്പോയി. ഞാനിപ്പോൾ ചാടി അവൻ ചാടി രണ്ടാമതിരുന്നു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ചാറ്റ് കണ്ടറിയാണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ അവൻ ഇത് ചാടിയത് ഞാൻ കരുതി, കാരണം എനിക്ക് ഇവിടെ ഇതൊന്നും കാട്ടില്ല. 1 സെക്കൻഡ് ആയപ്പോൾ അവൻ ചാടി ഗൈസ്. അങ്ങനെ എനിക്ക് കിട്ടിയില്ലെന്ന് ഞാൻ കരുതിയിട്ട് പിന്നെ ഇരുന്ന പേര് എന്നിട്ട് ഞാൻ ഗാളിക്കികളില്ലേ പിന്നെയും വെച്ചു. അവൻ വന്ന് പിന്നെ ഇരുന്ന് അപ്പോൾ വേഗം ഗാളിക്കികൾ വെച്ചു. എന്നിട്ട് അപ്പോൾ അവൻ വേഗം ഗാളിക്കികൾ വയ്ക്കണം. അപ്പം ഞാൻ കരുതി അതന്നെ ഞാൻ ഗാളിക്കികളാണ് ഇത് വെച്ചത് ഫ്രണ്ട് ജെറ്റിയാണ് ഗൈസ്, കാരണം എൻ്റെ ഏറ്റവും അങ്ങനെ ആയിരിക്കണം ഗൈസ്. പെട്ടെന്ന് ഞാൻ അങ്ങനെ ഷോക്കായി പോയി ഗൈസ്. ഇതിൻ്റെ വാല്യൂ എന്നൊക്കെ പറഞ്ഞാൽ പെർമനൻറ്റ് ഫ്രൂട്ട്സ് ആണ്. ഞാനിപ്പോൾ പിന്നെ ഗൈസ് നമ്മുടെ ഗീവ് അവേ വിന്നേഴ്സ് ഷോക്കിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് തന്നെ. നമ്മൾ ഗീവ് അവേ വിന്നേഴ്സ് ഉണ്ട് ചിലവർ. അല്ല ഞാൻ ഈ ബുദ്ധ കൊടുത്തിട്ട് അതായത് ഫസ്റ്റ് തന്നെ ഉണ്ടായത് യുഗ്രിക്കാണ്. യുഗ്രിക്കാണ് T-Rex കൊടുക്കണ്ടേ. ഞാൻ T-Rex യുഗ്രിക്ക് കൊടുത്തു. അപ്പം അവൻ T-Rex എടുത്തു. പക്ഷെ അവന് പോർട്ടലായിരുന്നു അപ്പോൾ വേണ്ട. അതുകൊണ്ട് എൻ്റെ ഒരു പോർട്ടലുണ്ടായി, അത് ഞാൻ അവന് പോർട്ടലും പിന്നെ വേറെ കുറച്ച് ചിലതും വെച്ചിട്ട് ഞാൻ അവൻ്റെ എടുത്തു. അത് സത്യം പറഞ്ഞാൽ അവന് ട്രേഡ് ചെയ്യുന്നു, പക്ഷേ എനിക്ക് തന്നു ഗൈസ്. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനൊരു സെലിബ്രേഷൻ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അവനൊരു സെലിബ്രേഷൻ പോകുമ്പോൾ അതുകൊണ്ട് കൊടുത്തേണ്ടായി. സ്റ്റിൽ വರ್ತല്ല, അതുകൊണ്ട് ട്രേഡ് തന്നെയാണ് അവന്. അത് ഞാൻ സെലിബ്രേഷൻ പോകുമ്പോൾ കൊടുത്തു, പക്ഷേ ഞാനത് തിരികെ എടുക്കണേ ഗൈസ്. കാരണം എന്താ വെച്ചാൽ T-Rex ആയിരുന്നു അവൻ എനിക്ക് തിരികെ തന്നത്. അതായത് പോർട്ടലിനും വേറെ കുറച്ച് ലെജൻഡറീസിനൊന്നും വರ್ತല്ല. അപ്പം പിന്നെ ഉള്ള ലെജൻഡേക്കിയുടെ കാര്യം. ലെജൻഡേക്കിക്ക് ഇന്ന് ഞാൻ രണ്ടാമത്തെ ആദ്യം ഞാൻ കണ്ടു കൊടുത്ത ബുദ്ധ, അവൻ എനിക്ക് അത് എൻ്റെ ഇത് വാങ്ങിച്ചു, പിന്നെ എനിക്ക് തിരികെ തന്നെ തന്നിട്ടുണ്ട് ഗൈസ്. കാരണം ഞാൻ ലെജൻഡേക്ക് കുറേ സാധനങ്ങൾ കൊടുത്തേക്കുന്നതാണ്. കഴിഞ്ഞ രീതിയിൽ തന്നെ അവൻ T-Rex സ്പിൻ ചെയ്തു ഗൈസ്. ഇതിൽ നിന്ന് T-Rex സ്പിൻ ചെയ്ത് കിട്ടിയിട്ട് അവൻ അത് എനിക്ക് തന്നുകൊണ്ടാണ് ഇപ്പം എൻ്റെ ഫ്രണ്ട് യറ്റി തന്നെ ഉള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ളത് ആദിബ്രോൻ്റെ കാര്യമാണ്. ആദിബ്രോയ്ക്ക് ഞാൻ അത് എൻ്റെ ഇരിക്കുന്ന ഏതെങ്കിലും ലെജൻഡറി ആയിരുന്നു അത് അപ്പം ഉണ്ടായിരുന്നതിൽ. അപ്പം എൻ്റെ ഒന്നും ഉണ്ടായില്ല വലിയതായിട്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ബ്ലിസാർഡ് വന്നു, എനിക്ക് യുഗ്രി തന്നത് ചുമ്മാ. അത് ഞാൻ തിരികെ കൊടുത്തിരുന്നു അവന്. പക്ഷെ എനിക്ക് വേറെ പിന്നെ ഒരു സ്പിന്നിങ് കൂടെ കിട്ടി. എനിക്ക് ലെജൻഡറിക്ക് തന്നെ കഴിച്ചു പിന്നെയും കിട്ടി. അതുകൊണ്ട് ലെജൻഡറിക്ക് അത് തന്നപ്പോൾ എൻ്റെ 5 മില്യൻ്റെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ പിന്നെ ഒരു ഷാഡോ ഇങ്ങനെ വെച്ചിട്ട് അവരോട് ഓൾറെഡി ബ്ലിസാർഡ് ഉണ്ട്, അപ്പോൾ വേറെ വലിയ ഫ്രൂട്ട്. അതുകൊണ്ട് ഞാൻ ഷാഡോ വല്ലതും ഒപ്പിക്കാൻ നോക്കി, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ബുദ്ധി ആയിരിക്കും കൊടുക്കാൻ പോകണം മിക്കവാറും. അത് കുഴപ്പമില്ല ഗൈസ്, ഗീവ് അവേ ആയതുകൊണ്ട് ഐ ഡോണ്ട് കെയർ. ഇപ്പം ഗീവ് അവേ ആയതുകൊണ്ടാണ് ഗൈസ് ഞാൻ മിക്കവാറും ബുദ്ധി കൊടുക്കുക. അതിന് മുന്നേ എനിക്ക് ഷാഡോ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ചിലപ്പോൾ കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗീവ് അവേനെസ്സിൻ്റെ കാര്യം പറഞ്ഞാൽ. പിന്നെ ഞാനിപ്പോൾ ലെവൽ നോക്കുകയാണെങ്കിൽ 1653 ഉണ്ട്. ഞാനിപ്പോൾ 3rd സീലാണ് ഗൈസ്, 3rd സീലാണ്. പിന്നെ ഞാൻ കുറച്ച് ഐലൻഡുകളിൽ പോയത് വീഡിയോ ഇട്ടില്ല, കാരണം ഞാൻ കട്ട ഗ്രാൻഡ് ആയിരുന്നു. വാലന്റൈൻസ് ഡേ അപ്ഡേറ്റ് വരും മുന്നേ ഞാൻ 3rd സീലെത്തി. അവിടെ നിന്നാണ് ഈ അപ്ഡേറ്റിൻ്റെ പിന്നെ ഡബിൾ XP ഒക്കെ എടുത്തിട്ടാണ് ഗൈസ് ഗ്രാൻഡ് ചെയ്ത് കുറച്ചും കൂടി ലെവൽ ഒപ്പിച്ചത്. അപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഒരു ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞത് ഫ്രണ്ട് ജെറ്റി, ഗ്യാസ്, മെയിൻ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞതൊക്കെയാണ്. ബുദ്ധ, പിന്നെ വേറെ ഒന്നുമില്ല പറയാൻ രീതിയിൽ.
പിന്നെ 2x മാസ്റ്റർ ഉണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഗൈസ്. അത് ഞാൻ എന്തൊക്കെ ട്രേഡ് ചെയ്താണ് എടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. ഇന്നലെ ഞാൻ പോസ്റ്റ് നോക്കുകയാണെങ്കിൽ അത് കാണാൻ പറ്റും. പിന്നെ ഇവനെ ഞാൻ 3rd സീല് പോയിട്ട് വന്നിട്ട് ഇവനെ ഞാൻ ഒന്ന് കൊന്നു. ഈ മറ്റേനെ ടെഡ് കീപ്പറിനെ ടൈഡ് കീപ്പർ അങ്ങനെ അവനെ കൊന്നു ഗൈസ്. അപ്പോൾ അവൻ ഇത് ഡ്രോപ്പ് ചെയ്ത് കൂടെ ഉറേഷ് എനിക്ക് ഉറേഷ് എന്നാന്ന് തോന്നുന്നു സീസോട് എനിക്ക് ഓൾറെഡി കിട്ടിയാണ്ടായി. കൂടെ റെങ്കോക്ക് ഞാൻ ഐസ് അഡ്മിനെ കുറച്ചാണ് ഐസ് അഡ്മിനെ കൊന്നില്ല ഗൈസ്. എൻ്റെ അക്കൗണ്ടിൽ അച്ഛൻ്റെയൊക്കെ ഇടയ്ക്കൊന്ന് ഗ്രാൻഡ് ചെയ്യും. അത് ചെറുതായിട്ടൊന്ന് ഗ്രാൻഡ് ചെയ്യും. ഇടയ്ക്കൊക്കെ ഗ്രാൻഡ് ചെയ്യും. ഒരു കുഞ്ഞിതായിട്ട് വല്ലതും ഒരു ഇപ്പോൾ തന്നെ അവൻ എടുത്ത് തന്നൊക്കെ 100 ലെവലെങ്ങാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചുമ്മാ കയറും. അപ്പോൾ അവനെങ്ങാണ്ട് കയറിയിട്ട് ഒരു NPCസിനെ 2 കൊന്നപ്പോൾ അവൻ ഡ്രോപ്പ് ചെയ്തു. ഡ്രോപ്പ് ചെയ്തു. അല്ലാത്ത സമയം മൊത്തം ഞാൻ കട്ട ഗ്രാൻഡ് ചെയ്യുന്നു ഗൈസ്. അപ്പോൾ കൊന്നപ്പോൾ കണ്ട് അവൻ ഡ്രോപ്പ് ചെയ്താണ്. അപ്പോൾ കീ വെച്ചിട്ട് റെങ്കോക്ക് കൊടുത്തു ഗൈസ്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഈ ബ്ലേഡാണ്. കാരണം PvPക്ക് ഇത് കിട്ടില്ല. പിന്നെ എനിക്കിങ്ങനെ ഇങ്ങനെ അടിക്കുമ്പോഴേ ഇത് നേരെ നിന്നിട്ട് തന്നെ അടിക്കുക. പക്ഷേ വേറെ സോഡ്സ് ഇത് ഈ റെങ്കോക്കൊക്കെ ഇല്ലേ അങ്ങനെയല്ല ഗൈസ്. ഞാൻ അടിത്തരാം നോക്ക്. ഇതും കൊണ്ട് അടിക്കുമ്പോഴത്തേ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോവും. അത് എനിക്കിഷ്ടമല്ല ഗൈസ്. കാരണം എനിക്ക് നേരെ നിന്നിട്ട് ഇങ്ങനെ അടിക്കാനാണ് ഇഷ്ടം. പക്ഷെ കുഴപ്പമില്ല റെങ്കോക്കിന് നല്ല ഡാമേജ്. അതുകൊണ്ട് ഞാൻ സാബറായതിന് മുന്നേ ഞാൻ 15% അതുകൊണ്ട് ഇത് കൂട്ടിയ ഡാമേജ് ഇത് ഞാൻ കൂട്ടിയുണ്ട്. പിന്നെ ഇത് വെച്ചിട്ട് ഞാൻ കുറച്ച് കളിച്ചു. ഡബിൾ മാസ്റ്റർ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എന്തോ ഇത് അമ്മാരെ ആ പുതിയ അപ്ഡേറ്റ് ബഗ്ഗാണോ എന്താണെന്ന് എനിക്കറിഞ്ഞോളൂ ഗൈസ്. ഇപ്പം ഞാൻ സ്റ്റാറ്റസ് പോയിന്റ് മൊത്തം കൊടുത്തിരിക്കുന്നത് മീലിനാണ്. മീൽ മാക്സ് ഉണ്ട്. പക്ഷേ സ്റ്റിൽ ഇപ്പം എൻ്റെ ഗൺ നോക്കുകയാണെങ്കിൽ ഒന്നോളൂ. ഞാൻ ചെറുതായിട്ട് സോൾവ് നോക്കുകയാണെങ്കിൽ നല്ല ഡാമേജ് ഉണ്ട് അമ്മാരൊക്കെ. എടുത്തതിന് നമ്മളായിട്ട് PvP ചെയ്യണം. പിന്നെ നമ്മൾ ഷാർക്ക് V3 ആക്കി ഗൈസ്. കണ്ട നല്ല ഡാമേജ് ഉണ്ട്. ഞാൻ ഒന്നും കൊടുത്തിട്ട് പോരില്ല. ഷാർക്ക് V3 ആക്കി ഇപ്പം എനിക്ക് ഈ ഒരു എബിലിറ്റി കിട്ടി. ഷാർക്ക് V3 ആക്കി എന്നെ സഹായിച്ചത് സിൻസു സ്പാർക്കൂരോ ഒരു ഓൻ്റെ കൂടെ പോയി. ഇപ്പോൾ CB ഒക്കെ നല്ലോണം സ്പോൺ ആവണ്ടേ ഭയങ്കര സ്പീഡിൽ. അതുകൊണ്ട് അതിന് കാശ് വെച്ചിട്ട് ഞാൻ ഇത് ചെയ്തു. അല്ലാണ്ട് ലാസ്റ്റ് ഒരു CB സ്റ്റണ്ടിനെ കൊല്ലണമല്ലോ ഇവനോട് സംസാരിച്ചിട്ട്. അപ്പോൾ എന്നെ ജാസിൽ ബ്രോയും സഹായിച്ചിരുന്നു V3 ആക്കാൻ. അങ്ങനെ അവർ രണ്ടാളും പിന്നെ ആദ്യ സഹായിച്ചിരുന്നു. അപ്പോൾ ഗൈസ് ഇവരൊക്കെ ഞാനാണ് എനിക്കിപ്പോൾ V3 ആക്കാൻ പറ്റിയേ. പിന്നെ ഞാൻ കുറച്ച് റെയ്ഡൊക്കെ ചെയ്ത് അത്യാവശ്യം ഫ്രാഗ്മെൻറ്റ്സ് ഒക്കെ ഒപ്പിച്ചായിരുന്നു. 10K ഫ്രാഗ്മെൻറ്റ്സ്. അതിൽ നിന്ന് ഞാൻ ചിലതൊക്കെ റീഫണ്ട് ചെയ്ത് സ്റ്റാറ്റസ് ഒന്നും റീഫണ്ട് ചെയ്തിരുന്നു ഇടയിലൊക്കെ. അങ്ങനെ ഇത് പോയി. അപ്പോൾ ഗൈസ് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ. എൻ്റെ ബൗണ്ടി നോക്കുകയാണെങ്കിൽ തന്നെ 2.53 മില്യൺ ഉണ്ട് ഗൈസ്. 2.53 മില്യൺ. അത് ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഇച്ചിരി കുഞ്ഞിതാണ്. ഞാനിപ്പോൾ എന്ത് പറയണമെന്നില്ല അറിയാൻ പറ്റാത്ത ഒരു ഷോക്കിലാണ് ഗൈസ്. ഞാൻ ഫ്രണ്ട് വിചാരിച്ചിട്ട് ഇപ്പം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്തിരിക്കുള്ളൂ. ബൈ ബൈ.